സ്തോത്രം 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 സ്തോത്രം. രക്തം ജയമെടുക്കും, രക്തം ജയമെടുക്കും, രക്തം ജയമെടുക്കും. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഈ റോസ് ഫാമിലിയിൽ സ്തോത്രം വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച പ്രിയ റോസിനെ സിസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിൽ ഹല്ലേലൂയ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ റോസിലി സിസ്റ്ററേയും കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ. ഈ ഫേസ്ബുക്ക് പേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതില് അഡ്മിൻസ് ആയിരിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ 5 മണിയായ വേളയിൽ സ്തോത്രം, നാം അനേക പ്രതികൂലങ്ങളെ അതിജീവിച്ചാണ് ഈ നാളുകളിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഒന്നും തളർന്നു പോകാതെ ദൈവത്തിന്റെ കൃപയിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് വഹിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മരണങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, അതിലൂടെ അനേക ജനങ്ങൾ ഹല്ലേലൂയ വേർപാടിന്റെ ദുഃഖത്തിലും വേദനയിലും ഒക്കെയും ആയിരിക്കുമ്പോൾ ദൈവം തന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് ഓരോ ദൈവജനത്തിനും മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഹല്ലേലൂയ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു തിരുവചനം വായിച്ചുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ സുഖപിതാവേ, തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ കർത്താവേ ഹല്ലേലൂയ ഈ റോസ് ഫാമിലിയിലേക്ക് ഫേസ്ബുക്ക് പേജിൽ കൂടെ കടന്നു വരുവാൻ സ്വർഗമിടയാക്കിയതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഇതിന്റെ ഡയറക്ടറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് ഹല്ലേലൂയ ഈ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് സ്വയമായി ഒന്നും പറയുവാനില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം ഇന്ന് ഹല്ലേലൂയ സന്ധ്യാവേളയിൽ ഏറ്റവും അനുഗ്രഹമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അവിടുന്ന് സംസാരിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിയനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിയന്റെ കരങ്ങളിലൊന്നുമില്ല, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളോട് സംസാരിക്കണം, ഇടപെടണം. കടന്ന ഈ ലൈവിൽ വരുന്നവർക്കെല്ലാം അനുഗ്രഹമായിരിക്കാൻ ദൈവടയാക്കും, അനുഗ്രഹിക്കും, സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം ഇവിടെ വായിച്ച കുറിവാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ. ദൈവം നമ്മെ സ്നേഹിച്ചു എന്നല്ല, ഹല്ലേലൂയ, നാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിളിച്ച് ദൈവം ഇറക്കുമ്പോൾ ദൈവം വാഗ്ദത്തത്തോടു കൂടി നമ്മെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമ്മെ വിളിച്ചു, വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു. ഹല്ലേലൂയ. ജാതികമായ പശ്ചാത്തലത്തിൽ നിന്നും ദൈവത്തിന്റെ വിളി കേട്ട് ഹല്ലേലൂയ നീ നിന്റെ ചാർച്ചക്കാരെയും
പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാ എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാം മറുത്തൊന്നും ചിന്തിച്ചില്ല. ആമേൻ ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്കിന്റെ പ്രകാരം അബ്രഹാം ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മാന്യതകളോ ഒരു ശ്രേഷ്ഠതകളോ ഒരു ഹല്ലേലൂയ വലിയ ദൈവപ്രവൃത്തി ഒന്നും കണ്ടിട്ടല്ല അബ്രഹാം ഇറങ്ങി തിരിച്ചത്. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച അബ്രഹാം ഒരിടത്തും ലജ്ജിപ്പാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. അതുപോലെയാണ് പ്രിയമുള്ളവരെ, ആമേൻ ഹല്ലേലൂയ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മറ്റൊരു ഹൃദയത്തിലും ആരുടെയും ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണ് ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഭൗതികമായ നന്മകളിലേക്ക് മാത്രം നോക്കിയാൽ ആമേൻ ഹല്ലേലൂയ ദൈവം വിളിച്ച വിളി നമുക്ക് കാണുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. ആമേൻ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ആത്മീയ അകത്തെ കണ്ണുകൾ തുറന്നാൽ ആമേൻ നമുക്കത് ആത്മാവിനാൽ രുചിച്ചറിയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. നമുക്ക് ഈ കാലഘട്ടത്തിൽ ആമേൻ ഹല്ലേലൂയ എല്ലാ മനുഷ്യരും നമുക്ക് ഈ ജീവിതത്തിൽ ഭൗതികം ആവശ്യമാണ്. ഭൗതികമില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. എന്നാൽ ഹല്ലേലൂയ നാം ഭൗതികത്തിന്റെ പുറകിൽ മാത്രമായി പോകുവാൻ ഹല്ലേലൂയ ഇടയാകരുത്. ആമേൻ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുമെന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിൽ പറയുന്നത്. ആമേൻ ഹല്ലേലൂയ നാം അതിന്റെ പുറകെ ഓടേണ്ട കാര്യമില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവത്തെ അറിയുന്ന ഒരു ഭക്തന് വേണ്ടി സ്വർഗീയ ദൈവം സകലതും ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആമേൻ ഹല്ലേലൂയ 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തനെ ആമേൻ ഹല്ലേലൂയ ഈ ലോകത്തിലെ ആരെങ്കിലും അറിയുമെന്നല്ല പറഞ്ഞത്. ആമേ ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഇരിപ്പും കിടപ്പും ഹല്ലേലൂയ നിന്റെ ചലനങ്ങളും ആമേൻ അറിയുന്ന ഒരു യേശു കർത്താവ് ഇന്ന് പകൽക്കാലം വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഹല്ലേലൂയ നമ്മുടെ മുൻപോട്ട് നോക്കിയാൽ, നമ്മുടെ മുന്നിൽ നാം നോക്കിയാൽ സകലതും ശൂന്യമായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നാം പ്രാർത്ഥിച്ചിട്ട് പലതും നമുക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പക്ഷേ നാം ചിന്തിച്ചു പോകും, അതെ ഹല്ലേലൂയ ഞാൻ ഇത്രത്തോളം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചല്ലോ, ഞാൻ ഇത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ചല്ലോ, നീ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ, എന്നാൽ അതൊന്നും എനിക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നാം പലപ്പോഴും പരിതപിക്കാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവം പറയുന്നു ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം ഹല്ലേലൂയ അതിന്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നാം ഒരു കിരീടം പ്രാപിക്കണമെങ്കിൽ ആമേൻ ചില പരീക്ഷാ ഘട്ടങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടത് ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ. ആമേൻ ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ ഉള്ളതെല്ലാം ആമേൻ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ വഴികളാണെങ്കിൽ, അനുഗ്രഹത്തിൻ്റെതാകുന്ന റൂട്ടാണെങ്കിൽ പലപ്പോഴും ആ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുകയില്ല. എന്നാൽ പരീക്ഷയിൽ കൂടെ ദൈവം ഹല്ലേലൂയ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങളുണ്ട്. നിന്നെ വിളിച്ചിറക്കിയപ്പോൾ ആമേൻ ഹല്ലേലൂയ സ്തോത്രം വിളിച്ചിറക്കിയപ്പോൾ ദൈവം തന്ന ചില വാഗ്ദത്തങ്ങൾ ആമേൻ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹല്ലേലൂയ നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയാതെ അടച്ചു വച്ചിരിക്കുന്ന ചില മേഖലകളെ ആമേൻ ദൈവം ഇന്ന് പകൽക്കാലം തുറക്കുവാൻ പോകുകയാണ്. ആമേൻ പ്രാർത്ഥനയിലൂടെ ആമേൻ നിന്റെ കണ്ണുനീർ വറ്റിപ്പോകാതെ പിന്നെയും ദൈവത്തിന്റെ സന്നിധിയിൽ നീ പ്രാർത്ഥിച്ചാൽ ചില വിടുതലുകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ചില മേഖലകൾ തുറക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അത്
അതിനായി ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ, ഈ സന്ധ്യാവേളയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ഹല്ലേലൂയ ചില മുഖാന്തരങ്ങളിലൂടെ ദൈവം വഴി നടത്തുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇവിടെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ വിളിച്ചിറക്കുമ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്ത ഭക്തനെ അനേക പരീക്ഷകളിൽ കൂടെ, അനേക വേദനയിൽ കൂടെ, അനേക രോഗങ്ങളിൽ കൂടെ ചിലപ്പോൾ കടത്തി വിട്ടേക്കാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവം പറയുകയാണ്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മറ്റ് ഹല്ലേലൂയ ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചിറക്കിയ ഒരു ഭക്തന് ഈ ലോകത്തിന്റെ നന്മകൾ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിന്റെ സകല നന്മകളും ആ നിത്യരാജ്യത്തെ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം സകലതും ഒരുക്കി വച്ചിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിളിയിൽ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഹല്ലേലൂയ നാം ഓർത്തുകൊണ്ട് ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുത്താൽ ആ ദൈവത്തിന് നമ്മോട് ഇടപെടുവാനുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ ജീവിച്ച എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. 32 വർഷങ്ങൾക്ക് മുമ്പ് ഈ യേശുവിനെ എനിക്ക് കണ്ടുമുട്ടുവാനിടയായി. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ എന്നെ വാഗ്ദത്തത്തോടു കൂടി ദൈവം എന്നെ വിളിച്ചിറക്കി. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പല വാഗ്ദത്തങ്ങളും ഞാൻ പ്രാപിച്ചെടുക്കുവാൻ എൻ്റെ ജീവിതത്തിൽ അനേക തടസ്സങ്ങൾ വന്നു. പ്രത്യാശകൾ നഷ്ടപ്പെട്ടു. ഈ ലോകത്തിന്റെ ഡോക്ടർമാർ വിധി എഴുതി, അതേ ഹല്ലേലൂയ നീ എനക്കൊരിക്കലും ഒരു അമ്മയാകുവാൻ കഴിയുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എൻ്റെ കർത്താവിനെ വിളിച്ചു ഇറക്കിയപ്പോൾ ദൈവം എനിക്കൊരു വാഗ്ദത്തം ചെയ്തു. അതെ, ഞാൻ നിന്നെ ഹല്ലേലൂയ മക്കളുടെ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കും. ദൈവം തന്ന വാഗ്ദത്തത്തിന്മേൽ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട് ഹല്ലേലൂയ ദുർഘടങ്ങളായ അനേക ജീവിത വൈതരണിയിലൂടെ ദൈവം എന്നെ ഹല്ലേലൂയ കടത്തി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. 10-15 വയസ്സുള്ളപ്പോൾ എൻ്റെ വിവാഹം കഴിയുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ ഡോക്ടർമാർ എന്നെ പറഞ്ഞു, ഞങ്ങൾ 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുവാൻ കാരണം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എനിക്കൊരിക്കലും പറയാതിരിക്കുവാൻ കഴിയുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞ ദൈവം തന്നെ ഹല്ലേലൂയ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ ഒരുക്കിയിട്ടുള്ളത്. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, മറ്റാരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആ ഹൃദയത്തിൽ പോലും മറ്റാരുടെയും ഹൃദയത്തിൽ തോന്നാതിരുന്നത് സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിലെ ഡോക്ടർമാർ വിധി എഴുതി, നിനക്കൊരിക്കലും അമ്മയാകുവാൻ കഴിയുകയില്ല. നിനക്കൊരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയാകുവാൻ കഴിയത്തില്ല എന്ന് ഈ ലോകത്തിലെ ഡോക്ടർ ഹല്ലേലൂയ വിധി എഴുതിയപ്പോൾ അതിന്റെ നടുവിൽ ഹല്ലേലൂയ ഞാൻ വിശ്വസിച്ചു. ഞാൻ വാഗ്ദത്തം ചെയ്ത് എനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം ജീവിക്കുന്നു. തന്നെ ഹല്ലേലൂയ യെശയ്യാ പ്രവചനം 64:4 പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർ ഒരിക്കലും ത്യജിച്ചു പോയിട്ടില്ല. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നമ്മൾ അല്പം കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവികമായ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞതിന് ശേഷം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ജീവ കിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു തട്ടാന്റെ കയ്യിൽ ഒരു ഉരുപ്പടി ലഭിച്ചാൽ അത് ഹല്ലേലൂയ കറ കളഞ്ഞ് അത് ഹല്ലേലൂയ ഏറ്റവും തിളക്കമുള്ളതായി ഏറ്റവും ശോഭയുള്ളതായ ഒരു ഉരുപ്പടിയായി പുറത്തു വരണമെങ്കിൽ ആ സ്വർണം അനേകം ഹല്ലേലൂയ അനേക പ്രതിസന്ധിയിൽ കൂടെ തീയുടെ അനുഭവത്തിലൂടെ അനേക പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോയെങ്കിൽ
മാത്രമേ ആമേൻ ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഉരുപ്പടിയായി ആമേൻ ഹല്ലേലൂയ അതിന് പുറത്തു വരുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ആമേൻ ഹല്ലേലൂയ ആ സ്വർണം തിളക്കമുള്ള ആമേൻ ഹല്ലേലൂയ അതിന്റെ ഹല്ലേലൂയ ആ തട്ടാൻ എത്രത്തോളം അതിനെ തീയിലൂടെ ഹല്ലേലൂയ അതിന്റെ അഴുക്കുകൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഹല്ലേലൂയ സകല കറകളും മാറുന്നത് വരെയും അതിനെ മൂശയിലൂടെ കടത്തിവിട്ട് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വസ്തുവായി അത് പുറത്ത് വരുന്നത് വരെയും അത് ശോധന കഴിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ചില നന്മകളിലേക്ക് വഴി നടത്തേണ്ടതിനാണ്. ആമേൻ ഹല്ലേലൂയ ചില അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടിയിട്ടാണ് ആമേൻ ചില പ്രശ്നങ്ങളിൽ കൂടെ ആമേൻ നാം കടന്നു പോകേണ്ടി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെടേണ്ടതില്ല. ആമേൻ ചില അനുഗ്രഹമേറിയ വിഷയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുവാൻ പോകുകയാണ്. അത് ഇന്ന് വരെ ആരെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അത് നീ പ്രാപിക്കുവാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. ആമേൻ നിന്നെ തന്നെ ഇന്ന് പകൽക്കാലം ആമേൻ സമർപ്പിച്ചു കൊടുത്താൽ ആമേൻ ഹല്ലേലൂയ ആമേൻ നമ്മൾ ദൈവഹിത പ്രകാരം ആ പ്രമാണത്തിനൊത്തവണ്ണം ജീവിച്ചാൽ, ആ പ്രമാണത്തെ നാം പ്രാപിച്ചാൽ, ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ നമുക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. നാം ആദ്യം ആ ഹല്ലേലൂയ ദൈവഹിത പ്രകാരം ആ പ്രമാണം നാം പ്രാപിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ ഈ വചനത്തിലൂടെ ആമേൻ ഹല്ലേലൂയ നാം ശോധന കഴിക്കപ്പെടണം. ആമേൻ ഈ വചനപ്രകാരം നാം ജീവിക്കണം. ഈ വചനം ഹല്ലേലൂയ നമ്മെ ജീവിപ്പിക്കുന്ന ഹല്ലേലൂയ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് സ്തോത്രം. ആര് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യഥാർത്ഥമായി നിഷ്കളങ്കമായി ആമേൻ പരമാർത്ഥ ഹൃദയത്തോടെ ആര് ദൈവത്തിങ്കലേക്ക് നോക്കുന്നുവോ അവനെ അറിയുന്ന ആമേൻ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശു കർത്താവ് നമ്മുടെ അരികിൽ വന്ന് ആമേൻ ഹല്ലേലൂയ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, അനേക പ്രാർത്ഥനയ്ക്ക് ആമേൻ ഹല്ലേലൂയ അനേക വിഷയങ്ങൾക്ക് സ്വർഗം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ഇനിയും തരുവാനുള്ള വിഷയങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ആമേൻ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന അതേ ഹല്ലേലൂയ ഓട്ടം സ്ഥിരതയോടെ ഓടിയാൽ ആമേൻ ഹല്ലേലൂയ അതിൻ്റെ ഹല്ലേലൂയ മറുപടി എല്ലാം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ പലപ്പോഴും ആമേൻ ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണം നമുക്ക് പോകുവാൻ കഴിയാതിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പലവിധമാകുന്ന ആമേൻ പ്രതിസന്ധികൾ നമ്മെ വേട്ടയാടുവാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുത്താൽ, ആമേൻ ദൈവത്തിന് വേണ്ടി നീ ശോഭിച്ചാൽ, ആമേൻ ഹല്ലേലൂയ ഈ നാളുകളിൽ ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നീ മുഴങ്കാലിൽ നിന്നാൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആമേൻ ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആരും കാണാതെ ആരും അറിയാതെ നീ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കാമോ? ആമേൻ നാളിതുവരെയും ആ ദൈവത്തിന്റെ കാലിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ, വാഗ്ദത്തം ജീവിതത്തിൽ ചെയ്തിട്ട് അത് പ്രാപിക്കുവാൻ കഴിയാതെ ശത്രുവായവൻ പലപ്പോഴും ആമേ അടക്കി വച്ചിരിക്കുന്ന ചില മേഖലകളിലൂടെ ആമേ കടന്നു പോകുന്ന ദൈവജനത്തെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേ എല്ലാ പ്രതിസന്ധികളെയും ഹല്ലേലൂയ അകറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുവാൻ പോകുകയാണ്. നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവൻ ആമേൻ വിശ്വസിക്കുന്നവനാൽ ഈ അടയാളങ്ങൾ നടക്കും. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവം നമുക്ക് ഹല്ലേലൂയ സ്തോത്രം സഹിഷ്ണുതയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി ആമേൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ നമുക്കൊരു വാഗ്ദത്തം ചെയ്താൽ ചിലപ്പോൾ ഹല്ലേലൂയ വർഷങ്ങൾ കാത്തിരിക്കണം. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. ആമേൻ അബ്രഹാം 25 വർഷം കാലം കാത്തിരുന്നു. എന്നാൽ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതിരുന്ന സ്ഥാനത്ത്
ആമേൻ ഹല്ലേലൂയ പ്രത്യാശ ഒന്നും നമ്മുടെ മുൻപിൽ കാണാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അവൻ ആമേൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് ഹല്ലേലൂയ അവനെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഹല്ലേലൂയ വാഗ്ദത്തം ചെയ്ത ഒരു കിരീടമുണ്ട്. അത് ഇവിടെയല്ല പ്രാപിക്കേണ്ടത്, അതാ നിത്യരാജ്യത്തിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തിന്റെ ഭൗതിക നന്മകളിൽ മാത്രമല്ല, വരുവാനുള്ള ഹല്ലേലൂയ രാജ്യവും കൂടെ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് പ്രാപിച്ച് നാം ഈ ആളുകളിൽ എടുക്കണം പ്രിയമുള്ളവരെ. ഈ ലോകത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്ന് നാം വേർപിരിയുന്നത് വരെ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിനപ്പുറമായി ഒരു ജീവിതം നമുക്കുണ്ട്. ആമേൻ ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിലെ പാപ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിന് ഹിതമാമണ്ണം ജീവിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടിയാണ് ആമേൻ ദൈവം ഒരുക്കിയിട്ടുള്ളത്. ആ നന്മ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ കാണുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ മാത്രം നോക്കി ആമേൻ ദൈവത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവർ ആമേൻ നമ്മുടെ നാവിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ഞാൻ എപ്പോഴും ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് വഴിപ്പെട്ടു പോകരുത്. നമ്മുടെ ഹൃദയം ആ വഴിയിൽ പോകരുത്. അതെല്ലാം ഹല്ലേലൂയ എന്ന പാപത്തിന്റെ വഴികളാണ്. എന്നാൽ ഹല്ലേലൂയ അനുദിനവും അത് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ചു മുന്നോട്ട് പോയാൽ ആമേൻ നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറ്റി തരുവാൻ ശക്തനാണ്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ താഴെ എഴുതിയിരിക്കുകയാണ് ആമേൻ ഹല്ലേലൂയ ദൈവം നമുക്കോ ആമേൻ സ്തോത്രം ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിൽ കൂടെയാണ് സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് ഹല്ലേലൂയ ഉള്ള ഒരു മനുഷ്യൻ ആമേൻ പരിശുദ്ധാത്മാവാണ് അവനെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ പോകേണ്ടുന്ന വഴിയിൽ അവനെ നടത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ ഹല്ലേലൂയ കാണുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഹല്ലേലൂയ തെറ്റിപ്പോകുവാൻ ഇടയാക്കില്ല. അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം വേദനകൾ വന്നാലും ആമേ ഹല്ലേലൂയ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ മനുഷ്യന് കൃപ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആമേ ഏവർക്കും യഹോവ സമീപസ്ഥൻ. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് സത്യമായിട്ടാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ ദൈവം തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ദൈവത്തിന് സ്തോത്രം. നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ടും ആമേ അനുഗ്രഹത്തിന് തടസ്സമായി ആമേൻ ഹല്ലേലൂയ നിൽക്കുന്ന എല്ലാ ഹല്ലേലൂയ അന്ധകാരങ്ങളും മാറിപ്പോകേണ്ടതിനായി ഇന്ന് പകൽക്കാലം നമുക്ക് ഈ സന്ധ്യാവേളയിൽ സമർപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഹല്ലേലൂയ ഒരിക്കലും യോഗ്യതയില്ലാതിരുന്ന ഒരു സ്ഥാനത്ത് നിന്നും ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തം തന്നതുപോലെ 14 വർഷത്തിന് ശേഷം സ്വർഗം എനിക്ക് ഹല്ലേലൂയ 2 മക്കളെ ദാനമായി തരുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് സഹായിച്ചു. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മുഖത്ത് പരമാർത്ഥതയോടെ നോക്കുന്ന ആമേ ഒരു ഭക്തനെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ചിലപ്പോൾ കാലതാമസം വന്നേക്കാം. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് നീ ചിന്തിച്ചേക്കാം. എന്നാൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ആമേ പറയുകയാണ്, നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ എന്ന് പറഞ്ഞ് അനേകർ നിന്റെ അടുക്കൽ ഓടി വരുവാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം.
ദൈവത്തെ പരമാർത്ഥതയോടെ കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ ഒരു കണ്ണ് കണ്ടിട്ടില്ല പ്രിയമുള്ളവരെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുപാട് നന്മകൾ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ നാളുകളിൽ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗീയ അപ്പച്ചൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കാലിൽ ഈ ലൈവിൽ വന്ന പ്രിയപ്പെട്ടവർ വിഷയങ്ങളുടെ മേൽ ആരെങ്കിലും ഈ പ്രതിസന്ധിയിലൂടെ, രോഗങ്ങളിൽ കൂടെ, കടഭാരങ്ങളിൽ കൂടെ, ഭൗതികമായ വിഷയങ്ങളിൽ കൂടെ, വേദനയിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ഒന്ന് കൊടുക്കാമോ? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ നന്മ തന്നാലും ചന്ദ്രമേശകേന്ദ്ര പറഞ്ഞു, നീ എന്നെ തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചാലും ഇല്ലെങ്കിലും ആമേൻ ഹല്ലേലൂയ ഞാൻ വ്യവസ്ഥ വിട്ടു പോകയില്ല. ആമേൻ. ദൈവം ആ വിഗ്രഹത്തെ ഞാൻ സേവിക്കയില്ല എന്ന് അവരൊരു തീരുമാനമെടുത്തപ്പോൾ അതിന്റെ മധ്യേ നാലാമനായ യേശു കർത്താവ് ഇറങ്ങി വന്നുവെന്ന് നാം തിരുവചനത്തിൽ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, എങ്കിൽ ഹല്ലേലൂയ ദൈവം നിന്റെ വിഷയത്തിന്മേൽ നാലാമനായി ഹല്ലേലൂയ ദൈവം അതേ യേശു കർത്താവ് ഇറങ്ങി വരുവാൻ പോകുകയാണ്. ഈ ദിവസങ്ങൾ ചില ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വഴികളെ സ്വർഗം തുറക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ ഭാരപ്പെടേണ്ടതില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ കാണുവാൻ പോകുകയാണ്. ഹല്ലേലൂയ ഈ ലോകത്തിലെ മാത്രമല്ല, അതേ ഹല്ലേലൂയ വരുവാനുള്ള ഒരു നിത്യതയും കൂടെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ പുതുക്കമുള്ളവരായി, ഒരുക്കമുള്ളവരായി ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, എല്ലാ പ്രതിസന്ധികളും എല്ലാ വേദനകളും മറന്ന് നമുക്ക് എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുമോ അത്രത്തോളം ദൈവം നമ്മോട് അടുത്ത് വരും. ഹല്ലേലൂയ 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. ദൈവത്തിന് സ്തോത്രം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഹല്ലേലൂയ അവൻ എന്നെ കയറ്റി. അവൻ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ അവൻ പുതിയൊരു പാട്ട് തന്നു. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് പറയുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ 30 വർഷങ്ങൾക്ക് മുൻപേ യേശുവില്ലാത്ത ഒരു സഹോദരിയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട്, ഹല്ലേലൂയ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ദൈവം എൻ്റെ പുത്രൻ എന്നെ ആകർഷിച്ചത് കൊണ്ട് ഞാൻ ദൈവകൃപയിൽ വരുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഹല്ലേലൂയ എനിക്ക് ദൈവത്തെ സ്നേഹിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. എങ്കിൽ ഈ ദിവസങ്ങളിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും അത് ദൈവനാമ മഹത്വമായി തീരേണ്ടതിന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനിയും ലൈവിൽ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ജീവിതത്തിലും ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ മറുപടി ലഭിക്കാതിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായി നമ്മുടെ ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മുമ്പിൽ സമയമില്ലല്ലോ, അതുകൊണ്ട് ഹല്ലേലൂയ മറ്റൊന്നും എനിക്ക് പറയുവാനോ ശുശ്രൂഷിപ്പാനോ ടൈം കുറവായതുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ അനേക സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ അതൊന്നും ഇന്ന് പങ്കുവയ്ക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നവരായി നമുക്ക് തീരാം. ഹല്ലേലൂയ ദൈവത്തോട് നമുക്ക് ചേർന്ന് നടക്കാം. പ്രിയമുള്ളവരെ, ഹാനോക്ക് ജീവിത ഭാരങ്ങളുള്ള മനുഷ്യനായിരുന്നു. എങ്കിലും ഹല്ലേലൂയ ഹാനോക്ക് ദൈവത്തോട് കൂടെ ചേർന്ന് നടന്നു. അതുപോലെ ഹല്ലേലൂയ നമുക്കും നമ്മുടെ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് നടക്കാം. ദൈവത്തിന് സ്തോത്രം. 17 വർഷമായി ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ യാതൊരു മരുന്നും കഴിക്കാതെ ദൈവം
എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആമേൻ, വലിയ വലിയ രോഗങ്ങളിൽ സ്വർഗം എന്നെ വിടിവിച്ചു. ആമേൻ, ഈ ലോകത്തിലെ ഒരു മെഡിസിനും എന്റെ ശരീരത്തിൽ ആമേൻ പ്രയോഗിക്കുവാൻ കഴിയാതെ, ആമേൻ ഹല്ലേലൂയ, ആമേൻ, ഞാൻ മരിക്കത്തക്ക രോഗം എന്നെ പിടിച്ചു. ആമേൻ ഹല്ലേലൂയ. എന്നാൽ സകലതും ഹല്ലേലൂയ ദൈവത്തിൽ അർപ്പിച്ച് ഞാൻ ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭമെന്ന് പറഞ്ഞ് എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ, ആമേൻ ഹല്ലേലൂയ, സ്വർഗീയ ദൈവം ആമേൻ 17 വർഷം കൊണ്ടും എന്നെ ഹല്ലേലൂയ രോഗങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ മധ്യ ജയാളിയാകുന്ന ആ ദൈവത്തെ നോക്കി മുന്നോട്ട് പോകുവാൻ സ്വർഗം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആമേ, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഏതെങ്കിലും ഭാരങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ ദൈവം വാസ്തവമായി ഇന്ന് പകൽക്കാലം വിടിവിക്കാൻ ശക്തനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ആമേ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇതിനെ വിളിച്ചായി അഡ്മിൻസിനെ എല്ലാം ഏൽപ്പിച്ച് ഞാൻ ഹല്ലേലൂയ റോഷ്നി സിസ്റ്ററെയും ആമേ കുടുംബമായി സ്വർഗം സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആമേൻ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഈ ലൈവിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിന്റെ അഡ്മിന്മാരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഈ ഫേസ്ബുക്ക് പേജ് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. ഇതിൽ കൂടി വരുന്നവർ രക്ഷ കണ്ടെത്തുവാൻ, യേശുവിനെ അറിയുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാൻ ദൈവം ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ പേജിൽ കൂടെ അനേകർ യേശുവിനെ അറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങളെ മാനിക്കണം, അനുഗ്രഹിക്കണം, തിരുനാമം മഹത്വത്തിനാക്കി തീർക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.